ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ജസ്റ്റ് 2 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു റെസിപ്പിക്ക്. കുക്കിംഗ് വിത്തൗട്ട് ഫയർ, അങ്ങനെ ഒരു കണ്ടൻസ് മിൽക്കാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് പാൽപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പഞ്ചസാര മിക്സിയുടെ ചെറിയൊരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര നമ്മൾ ഇത് ആദ്യം തന്നെ അടിക്കണം എന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി പഞ്ചസാര അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു തരി പോലെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാര ആദ്യം പൊടിയായി എടുത്തതിന് ശേഷം വേണം പാൽപ്പൊടിയും ബട്ടറും കൂടി ചേർത്ത് അടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുന്നത് അടിച്ചു കഴിയുമ്പോൾ തന്നെ. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് തണുത്തതിന് ശേഷം ആയിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടൻസ് മിൽക്കിൻ്റെ അതേപോലെ ആവുന്നത്. ഇപ്പോൾ കുറച്ച് സമയമൊന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കുറേശ്ശെ കട്ടിയായി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇതിനി ആയില്ലല്ലോ, വെള്ളം പോലെ ആയല്ലോ എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഇത് ഇങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഒന്നും പേടിക്കാനില്ല. ഇതിന് ഇപ്പോൾ നല്ലോണം ചൂടുണ്ട്, കാരണം നമ്മളിതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് ഇത് ചൂടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ചൂടാറുന്നതിനനുസരിച്ചാണ് ഇത് കൺസിസ്റ്റൻസി റെഡി ആവുന്നത്. അപ്പം നമുക്കിതിനി ഒന്ന് ചെറിയൊരു ഗ്ലാസ് ജാറിനകത്തേക്ക് ഒഴിച്ചു വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ചൂടാറുന്ന വരെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ജാറിനകത്തേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാനപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, പിന്നെ അതിന് ശേഷവും ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇത്തിരി ലൂസാണ്, പക്ഷെ കട്ടിയുണ്ട് താനും. ഇപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടാറിയപ്പോൾ നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയാണ്. കണ്ട, റിബൺ പോലെയാണ് ഇപ്പോൾ ഇത് വീണുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവും ഇത് ചൂടാറി കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണ്ടൻസ് മിൽക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പാല് കുറുക്കിയിട്ട് എങ്ങനെയാണ് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.